Hi all friends, welcome to MTM Political Talk. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ വിഭാഗം ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു നിക്ഷേപ രീതിയാണല്ലോ സ്വർണം. സ്വർണ്ണ നിക്ഷേപങ്ങൾ എന്നത് ഓർണമെന്റ്സായി ഉപയോഗിക്കാത്തവരും സ്വർണം നിക്ഷേപ രൂപത്തിൽ സംഭരിക്കാറുണ്ട്. നമ്മുടെ അയൽ രാജ്യമായ ചൈനയിൽ ഒരു പടുകൂറ്റൻ സ്വർണ്ണഖനി കണ്ടെത്തിയിരിക്കുകയാണ്. അതേക്കുറിച്ചാണ് നമുക്കൊന്ന് വിശദമായി ഒന്ന് പരിശോധിക്കാം. അതേക്കുറിച്ച് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ ലഭ്യമാണ്. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമാവുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്വർണത്തിനെ കുറിച്ചാണല്ലോ. നമ്മുടെ അയൽ രാജ്യമായ ചൈനയിൽ വമ്പൻ സ്വർണ്ണ ശേഖരം കണ്ടെത്തിയിരിക്കുകയാണ്. ഏകദേശം $ഡോളറിൽ കണക്കാക്കുമ്പോൾ 8300 കോടി ഡോളർ മൂല്യം കണക്കാക്കുന്നു. ചൈനയിലെ വടക്ക് കിഴക്കൻ സ്റ്റേറ്റായ ഹുനാനിലാണ് ഇത്രയും വലിയ സ്വർണ്ണ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചൈനക്ക് നിധി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, സമ്പന്ന രാജ്യമായ ചൈനയിൽ സ്വർണശേഖരം കണ്ടെത്തി എന്ന് വെച്ചാൽ അത് ഖനനം ചെയ്ത് എടുക്കുക അവർക്ക് സാധിക്കുന്ന കാര്യമാണ്. മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഏകദേശം 3 കിലോമീറ്റർ വരെ താഴ്ചയിലുള്ള സ്വർണശേഖരം അവർക്ക് ഖനനം ചെയ്തെടുക്കുവാൻ സാധിക്കും. കാരണം അതിനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ട്, എക്യുപ്മെന്റ്സും അവരുടെ കയ്യിൽ ലഭ്യമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഖനനം ചെയ്ത് പുറത്തെത്തിച്ച് അതിനെ മാർക്കറ്റിൽ എത്തുന്നത് വരെയുള്ള പ്രോസസ് സമ്പന്ന രാജ്യമായ ചൈനക്ക് വലിയ പ്രയാസമില്ലാത്ത കാര്യമാണ്. കാരണം അതിനുള്ള ടെക്നോളജിയും സാമ്പത്തികവും അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ. അതേസമയം ഒരു ദരിദ്ര രാജ്യത്തെ ആണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് എങ്കിൽ അത് പുറത്തെത്തിക്കുക വളരെ കടമ്പകൾ നിറഞ്ഞതാണ്. ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏതൊരു സ്വർണ്ണഖനിയേക്കാൾ കൂടുതൽ സ്വർണം ഇവിടെ ഉണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപാദക രാജ്യമാണ് ചൈന. അങ്ങനെയിരിക്കുമ്പോൾ പുതിയ സ്വർണശേഖരം കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ രാജ്യാന്തര സ്വർണ്ണ വില നിയന്ത്രിക്കാൻ വരെ അവർക്ക് സാധിച്ചേക്കാം. എന്നാൽ സ്വർണ്ണ ഖനനം ഒരുപാട് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങൾ വളരെ ആലോചിച്ചാണ് ഇത്തരം ഖനന പ്രക്രിയകൾ തീരുമാനിക്കുന്നത്. തുടർച്ചയായ ഖനനത്തിലൂടെ കിലോമീറ്റർ കണക്കിന് സ്ഥലം തന്നെ വെള്ളത്തിനടിയിലാവും. എന്നാലും ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ സ്വർണ്ണഖനി ഒരു രാജ്യവും ഉപേക്ഷിച്ചതായി കാണുന്നില്ല. കുറച്ച് സ്ഥലം ഏകദേശം നശിച്ചു പോയാലും ഉപയോഗ്യമല്ലാതെ ആയാലും ചൈനയെ പോലത്തെ വലിയ ഒരു രാജ്യത്തിന് അത് താങ്ങാൻ സാധിക്കും. അതേക്കുറിച്ചൊക്കെ വിശദമായ പഠനങ്ങൾ നടക്കുമ്പോൾ നമുക്കും മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ഏതൊരു സാധനവും മാർക്കറ്റിൽ കൂടുതൽ ലഭ്യമാകുമ്പോൾ സാധനത്തിനുള്ള ഡിമാൻഡ് കുറഞ്ഞു വരും. അത് ഈ മഞ്ഞലോഹത്തിന്റെ കാര്യത്തിലും എത്ര കണ്ട് പ്രാവർത്തികമാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു കാര്യം പറയാം, ഖനനം സാധ്യമാകുകയാണെങ്കിൽ, ഉൽപാദനം തുടങ്ങുവാൻ സാധിക്കുകയാണെങ്കിൽ ഭാവിയിൽ വേൾഡ് ഗോൾഡ് മാർക്കറ്റിൽ ലഭ്യത കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ ചലനങ്ങൾ പ്രതീക്ഷിക്കാം. ഏതായാലും സ്വർണ്ണവിലയിൽ വലിയ കുറവൊന്നും വന്നില്ലെങ്കിലും ചെറുചലനങ്ങൾ സൃഷ്ടിക്കുവാൻ എങ്കിലും കഴിഞ്ഞാൽ അതും മാർക്കറ്റിന് പ്ലസ് പോയിന്റ് തന്നെയാണ്. നിർത്തുന്നു. അടുത്ത ഒരു വിഷയവുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം.